എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വീനക്ക് എങ്ങനെയാ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ക്ലോത്ത് ഒക്കെ നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ രണ്ട് കളറിലുള്ള ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോയില് ഒറ്റ കളർ മാത്രം വരുമ്പോൾ എങ്ങനെയാണ് ഫൈനൽ ലുക്ക് എന്ന് നിങ്ങൾ കണ്ടു. ഇപ്പൊ രണ്ട് കളർ വരുമ്പോൾ എങ്ങനെയാന്നുള്ളത്, അതായത് ഒരു പ്ലെയിൻ കളറും ചെക്കുമാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് പ്രിന്റഡ് എടുക്കണമെങ്കിൽ പ്രിന്റഡ് എടുക്കാം. അപ്പൊ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ് വരുമ്പോൾ എങ്ങനെയാന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യം ഓൾറെഡി ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് കുർത്തി ചെയ്യാന്നുള്ളതും എ ലൈൻ കുർത്തി ചെയ്യാന്നുള്ളതും ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് കാണുക കേട്ടോ. 7 ഇഞ്ച് ഷോൾഡർ, 7 ഇഞ്ച് ആം ഹോളും 9 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു മീഡിയം സൈസിലുള്ള അളവിലാണ് ഞാൻ ഇതേപോലെ ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ആയിട്ട് ആവശ്യം എന്ന് പറയുന്നത് ക്യാൻവാസ് പേപ്പർ ആണ് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്യാൻവാസ് പേപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതിന്റെ ഒരു ഭാഗം നമ്മൾ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പേപ്പർ ആണ്. അതിന്റെ ഒരു ഭാഗത്ത് ഗ്ലൂ ഉണ്ടാവും. ആ ഭാഗമാണ് നമ്മൾ ക്ലോത്തിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ ഇതേപോലെ ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. 10 ഇഞ്ച് വിഡ്ത്തും 9 ഇഞ്ച് ലെങ്ത്തും ഉള്ള ക്യാൻവാസ് പേപ്പർ ആണ് എടുത്തിരിക്കുന്നത്. അതിനെ കറക്റ്റ് രണ്ടാക്കി മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എത്രയാണോ നെക്ക് വിഡ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഞാനിവിടെ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിന് ഇറക്കമായിട്ട് 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 7 ഇഞ്ച് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. പിന്നെ ചെയ്ത് വരുമ്പോൾ ബാക്കി 6.5 ഇഞ്ചാണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ടാണ് 7 ഇഞ്ച് ഇറക്കം കൊടുത്തത്. അപ്പൊ നിങ്ങൾക്ക് എത്രയാണ് ഇറക്കം കൊടുക്കാൻ പറ്റുക? വീനക്കാണ്, അപ്പൊ കുറച്ച് ഇറക്കം കൊടുക്കുന്നതാണ് ഭംഗി. എന്നാലും സേഫ്റ്റി കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ പറ്റുമോ ആ ഇറക്കം കൊടുക്കുക. അതിന്റെ കൂടെ ഷോൾഡർ സ്ലോപ്പിനുള്ള 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ 6.5 ഇഞ്ചാണ് വേണ്ടെങ്കിൽ 7 ഇഞ്ച് കൊടുക്കുക. മനസ്സിലായല്ലോ? എത്രയാന്ന് വെച്ചാൽ അതിന്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കുക. അപ്പൊ ഞാൻ ഇതേപോലെ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അവിടെ ഒരു ലൈൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് നേരെ താഴത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ബോക്സ് ആക്കി വരയ്ക്കുന്നുണ്ട്. ഇനി ഈ ബോക്സ് ആക്കി വരച്ചതാണ് നമ്മൾ കട്ട് ചെയ്തത്. അല്ലാണ്ട് ആ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്ത അളവ് നമ്മൾ കട്ടൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ബോക്സ് ആക്കി വരച്ചത് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതായത് 3 ഇഞ്ച് വിഡ്ത്തിലും 1/2 ഇഞ്ച് ഇറക്കത്തിലും നമ്മളൊരു ബോക്സ് വരച്ചു. ആ ബോക്സ് ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി ഈ ക്യാൻവാസ് പേപ്പർ, ഞാൻ നേരത്തെ പറഞ്ഞു ക്യാൻവാസ് പേപ്പറിന്റെ ഒരു ഭാഗത്ത് ഗ്ലൂ ഉണ്ടെന്ന്. ആ ഗ്ലൂ ഉള്ള ഭാഗം ഏത് ക്ലോത്ത് ആണോ നിങ്ങൾക്ക് വേണ്ടത്, ഇപ്പൊ നിങ്ങൾക്ക് സെയിം കളർ ക്ലോത്ത് ആണെങ്കിൽ സെയിം കളർ ക്ലോത്ത് എടുക്കുക. അതല്ല വേറെ ക്ലോത്താ വേണ്ടത്, ഡിസൈൻ ഉള്ള ക്ലോത്താ വേണ്ടത് വെച്ചാൽ അത് എടുക്കുക. അതിന്റെ ചീത്ത വശത്ത് നമ്മൾ ഈ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് ഈ ഗ്ലൂ ഉള്ള ഭാഗം വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പൊ അത് അവിടെ സ്റ്റിക്ക് ആയിട്ട് നിൽക്കും. ഇതേപോലെ ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട്, അതായത് ഈ ക്യാൻവാസ് പേപ്പർ കഴിഞ്ഞിട്ട് 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് കട്ട് ചെയ്യുക. മുകൾ വശത്ത് വേണ്ട, ബാക്കി 3 സൈഡിൽ മാത്രം ക്ലോത്ത് വെച്ചാൽ മതി. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വെച്ചിട്ടുള്ള ക്ലോത്ത്, എക്സ്ട്രാ വെച്ചിട്ടുള്ള ക്ലോത്ത് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഉള്ളോട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കഴിയുന്നതും സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. സെന്ററിലൂടെ സ്റ്റിച്ച് വേണ്ട, സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിൽ എക്സ്ട്രാ ക്ലോത്ത് ഉണ്ട്. ആ മുകളിലുള്ള എക്സ്ട്രാ ക്ലോത്ത് ക്യാൻവാസ് പേപ്പറിന്റെ ആ ലെവൽ അനുസരിച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സെന്ററിൽ ഒരു നോച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കാൻ, നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രണ്ടിലെ പീസ് എടുക്കുക. ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശമാണ്. അതിന്റെ കറക്റ്റ് സെന്ററിലും ഇതേപോലെ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല വശമാണ് കേട്ടോ, ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശമാണ്. അതിന്റെ മുകളിൽ നമ്മൾ ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ചിട്ടുള്ള പീസിന്റെ നല്ല വശമാണ് വെച്ച് കൊടുക്കുന്നത്. സെന്റർ ടു സെന്റർ വെക്കുക. സൈഡിലൊക്കെ പിൻ കുത്തി കൊടുക്കുക. ഇനി സെന്ററിന്ന് നേരെ നമ്മൾ നേരത്തെ ഒരു 7 ഇഞ്ചില് ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ലൈനിലേക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. സെന്ററിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക കേട്ടോ. കറക്റ്റ് സെന്റർ മിസ്സായി പോവാതിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. സെന്ററിൽ തന്നെ വരയ്ക്കുക. ഇതേപോലെ ഞാനൊരു ലൈൻ, സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ മെഷറിംഗ് ടേപ്പ് എടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു വലിയ ലൈൻ, അതായത് 1 ഇഞ്ച് 2 ഇഞ്ച് എന്നൊക്കെ പറയുന്ന ആ ഒരു വലിയ ലൈൻ ഉണ്ടല്ലോ, ആ വലിയ ലൈനിന്റെ രണ്ട് ഭാഗത്തേക്കും വരുന്ന കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഉണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതായത് 1/4 ഇഞ്ചിലും കുറവ് ആ ഒരു ലൈനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടയാളപ്പെടുത്തുന്നത്. ഈ വലിയ ലൈന് നമ്മൾ വരച്ചിട്ടുള്ള ആ ലൈനിന്റെ മുകളിലായിട്ട് വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും ഈ 2 പോയിന്റ് ഞാൻ ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. 1/4 ഇഞ്ചൊന്നും അടയാളപ്പെടുത്തണ്ട കേട്ടോ, കാരണം അത്രയും നമുക്ക് വേണ്ട. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ഈ ഒരു ചെറിയ പോയിന്റ് മാത്രം ഒന്ന് രണ്ട് സൈഡിലും ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പോയിന്റിന് നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ഈ 7 ഇഞ്ചിന്റെ സെന്റർ പോയിന്റിലേക്ക് സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുക. സെയിം ഓപ്പോസിറ്റും അതേപോലെ തന്നെ വരയ്ക്കുക. നിങ്ങൾ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ രണ്ട് ഭാഗത്തും വരച്ചിട്ടുണ്ട്.
രണ്ട് ഭാഗത്തും ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ലൈനാണ് വരച്ചിട്ടുള്ളത്. കാരണം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓവർ എന്താ പറയുക ക്ലോത്ത് ഇതായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൈന്യൂട്ടായിട്ട് ചെയ്യാൻ വേണ്ടി പറയണത് കേട്ടോ. ഇനി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ, അതായത് നമ്മൾ നേരത്തെ ഒരു ബോക്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ 1/2 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് അവിടെ സൂചി ഇറക്കി നിർത്തുക, പൂട്ടർ പൊക്കി കൊടുക്കുക, തുണി ഒന്ന് ചെരിച്ചു കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഈ സെന്ററിന്റെ ഓപ്പോസിറ്റ് സൈഡ്, സെന്ററിന് തൊട്ടടുത്തായിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, അവിടെ എത്തുന്ന സമയത്ത് നിർത്തുക. എന്നിട്ട് ആ ലൈനിലൂടെ താഴെ വരെ നമ്മൾ, അതായത് നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ വരെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് നേരെ ഓപ്പോസിറ്റും സെയിം ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ സെന്ററിൽ വരച്ചിട്ടുള്ള ലൈനും കൂടി ഇതിനോടൊപ്പം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അതായത് സെന്ററിന്റെ 2 സൈഡിലായിട്ട് വരച്ചിട്ടുള്ള ലൈനിലൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, സെന്ററിൽ കൊടുത്തിട്ടുള്ള ലൈനിലൂടെ അല്ല. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 1/2 ഇഞ്ചുള്ള ക്ലോത്തേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു 1/4 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. കാരണം ആകെ 1/2 ഇഞ്ചല്ലേ ഉള്ളൂ. കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ 1/4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൽ കൊള്ളാതെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തെടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സെൻറ്റർ കട്ട് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വരച്ചിട്ടുള്ള സെൻറ്ററിലുള്ള ലൈനിലൂടെ വേണം നമ്മൾ സെൻറ്റർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് നമുക്ക് ആ പോയിന്റഡ് ആയിട്ടുള്ള ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലുള്ള ടൂള് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സ്റ്റിച്ചിങ് ടൂൾസ് എന്നൊക്കെ പറഞ്ഞാൽ മതി. ഇമ്രിപ്പർ എന്നാണ് ഇതിന്റെ ശരിക്കുള്ള പേര്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഒരു ഭാഗം അങ്ങനെ പോയിന്റഡ് ആയിട്ട് വന്നിട്ട് കർവ് പോലെ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ സെൻട്രൽ ആയതുകൊണ്ട് ഒരു ബ്ലേഡ് പോലെ ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇത് വെച്ചിട്ട് നമുക്ക് നൂലൊക്കെ അഴിച്ചെടുക്കാനും പറ്റും, അതുപോലെ തന്നെ കട്ട് ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. ഇപ്പൊ ചോദിച്ചിട്ട് ഞാൻ ഈ സെന്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇല്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്താൽ മതി. കാരണം നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ച് വിട്ടു പോവാതെ വേണം നമ്മൾ കൊടുക്കുന്ന കട്ട്. അപ്പൊ നിങ്ങൾ കത്രി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുക. അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ടൈപ്പുള്ള സിസേഴ്സ് ഉണ്ടാവില്ല, അതായത് വലിയ സിസേഴ്സ് ഒഴിവാക്കിയിട്ട്, വലിയ സിസേഴ്സ് ഏകദേശം ക്ലോത്ത് ഉള്ള അത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് ഈ സെന്റർ എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ പോയിന്റഡ് ആയിട്ടുള്ള ഭാഗം എത്തുന്ന സമയത്ത് കുഞ്ഞു സിസേഴ്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്താലും മതി. ഇത്ര മാത്രമേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ സ്റ്റിച്ച് വിട്ടു പോവാതെ വേണം നമ്മൾ കൊടുക്കുന്ന കട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മൈന്യൂട്ടായിട്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു ക്ലോത്ത് വെച്ചിട്ട് ചെറിയൊരു ഗ്യാപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിലും ചെയ്യാം. പക്ഷെ അതിനേക്കാളും കുറച്ച് ഗ്യാപ്പുകൾ ഇല്ലാണ്ട് ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു ഭംഗി. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത് കേട്ടോ. അപ്പം കഴിയുന്നതും നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു റഫ് ക്ലോത്തിൽ ചെയ്യുക, അതായത് ഒരു ചീത്ത തുണിയിൽ ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് അത് നല്ല ക്ലോത്തിൽ ചെയ്യാം. അപ്പൊ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എൻഡിലൊക്കെ ഇതേപോലെ കട്ട് കൊടുക്കുക. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചെടുക്കുക. മറിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ആ കോർണേഴ്സ് ഒക്കെ ഒന്ന് പോയിന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. അതായത് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരും. ഓവർ കുത്തിയിട്ട് തുണി കീറരുത് കേട്ടോ. മെല്ലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ആ പോയിന്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കറക്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ, ഇതിപ്പോ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കൂടി പിടിച്ചിരിക്കുന്നത് പോലെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് അയൺ ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഇതേപോലെ നല്ല രീതിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റിച്ച് നമ്മൾ നല്ല രീതിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ക്യാൻവാസ് പേപ്പറിൽ വെച്ചിട്ടുള്ള പീസ് നമ്മുടെ നല്ല തുണീന്റെ അടിവശത്തായിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും ഭാഗം തന്നെ നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക, പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് ആ ഒരു ഉള്ളിൽ വെച്ചിരിക്കുന്ന ക്ലോത്ത് നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കഴിയുന്നത് അറ്റത്തു കൂടെ സ്റ്റിച്ച് ചെയ്യുക, അതായത് അരികു വശത്തു കൂടെ സ്റ്റിച്ച് ചെയ്യുക. വിട്ട് 1/4 ഇഞ്ച് വിട്ടൊന്നും ചെയ്യണ്ട. കഴിയുന്നത് അരികു വശത്തു കൂടെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഷേപ്പ് അതേപോലെ ഒന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. മെല്ലെ പതിയെ ചെയ്യുക. സെൻറ്റർ എത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് ആ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കഴിഞ്ഞു. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മൾ ആ ഒരു 1/2 ഇഞ്ചിൽ ഇറക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ ഭാഗവും നമ്മുടെ ഈ സെൻറ്റർ പോയിന്റും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ക്യാൻവാസ് പേപ്പർ ഒന്ന് 2 ഭാഗത്തേക്ക് ആക്കിയിട്ട് മടക്കി കൊടുത്താൽ മതി. എന്നിട്ട് മടക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിലൊന്ന് അയൺ കൂടി ചെയ്തെടുക്കുക. അത് അങ്ങനെ അവിടെ ഇരുന്നോളും. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണുന്ന സമയത്ത് കാണാൻ പറ്റുന്നുണ്ട്, ഒരു 1/2 ഇഞ്ച് നമുക്ക് അവിടെ ക്ലോത്ത് ഉണ്ട്. 1/2 ഇഞ്ച് എന്തിനാ എക്സ്ട്രാ വിട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ പീസിന്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കിലെ പീസ് വെച്ചിട്ട് ഈ 1/2 ഇഞ്ചിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
അതുകൊണ്ടാണ് ആദ്യം തന്നെ ഒരു 1/2 ഇഞ്ച് നമ്മളവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വിടാനുള്ള കാരണം കേട്ടോ. അപ്പോൾ ഞാൻ ആ 1/2 ഇഞ്ചും കൂടി ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ആ 1/2 ഇഞ്ച് നമ്മൾ സ്ലോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ 1/2 ഇഞ്ചിൽ ക്ലോത്ത് ഉണ്ടാവില്ല. നമ്മുടെ ഈ ഒരു ഡിസൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഷോൾ ബട്ടൺ കൊടുത്ത് ഇതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ സെയിം ക്ലോത്ത് ചെയ്യണമെങ്കിൽ സെയിം ക്ലോത്ത് ചെയ്യാം. ഞാനിതൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.